ഹോളിവുഡ് സിനിമയിൽ പലപ്പോഴും ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഫീലിംഗ് ആണ്. അങ്ങനെ ഞാൻ അടുത്തിരുന്ന ആ ടെക്നീഷ്യനോട് ഞാൻ ചോദിച്ചു, ഇത് ആരാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്? അപ്പോഴാണ് അറിയുന്നത് മനു രമേശൻ എന്ന് പറയുന്ന നമ്മുടെ എസ് രമേശൻ സാറിൻ്റെ പാട്ടുകാരനായ അദ്ദേഹത്തിൻ്റെ മകനെ മനുവിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നെ അത് വല്ലാതെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തിരക്കിനിടയിൽ അല്പനേരം എന്ന് പറയുന്ന സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ ടോൺസിൻ്റെ ക്യാമറയും ആൻഡ് ലൈറ്റിങ്ങും ആൻഡ് എഡിറ്റിങ്ങും, അങ്ങനെ ടെക്നിക്കലിയും അതെ, സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജുകളിലും അതെ. തിരക്കിനിടയിൽ അല്പനേരം എന്ന് പറയുന്ന സിനിമ നമ്പർ 1 എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്ന് പറയും. ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല. പക്ഷേ ഞങ്ങളുടെ ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് ഇവരുടെ പരിപാടി, ഈ തിരക്കിനിടയിൽ അല്പനേരം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ കയറി ഒരു ഊണ് കഴിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണം ഞാൻ കഴിച്ചതുകൊണ്ട് ഉറപ്പായും നിങ്ങളുടെ പടം ഞാൻ കാണാൻ വരും എന്ന്. ആ വാക്ക് പാലിക്കണമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടം വരെ വന്ന് എറണാകുളത്ത് വന്നത് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ 100% സംതൃപ്തനാണ്. ഒരു കുട്ടിയും വഴിതെറ്റില്ല, ഒരു വ്യക്തികളും വഴിതെറ്റില്ല. ഈ സിനിമ മനസ്സിരുത്തി കാണുകയാണ്. എല്ലാ സിനിമകൾക്കും ഒരുപാട് മെസ്സേജ് ഉണ്ട്. പക്ഷെ തിരക്കിനിടയിൽ അല്പസമയം എന്ന് പറയുന്നത് അല്പസമയം മാറ്റിവെച്ച്, നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ആ സമയം ഒരല്പം മാറ്റിവെച്ചിട്ട് ഈ സിനിമ ഒന്ന് കാണാൻ നോക്കുക. ഒരിക്കലും നഷ്ടമല്ല.